പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ആരതിയുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തി അതിൽ ലെഡ് പോയ്സൺ ഉണ്ട് എന്നറിഞ്ഞ് അവരത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ആരതി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഏതായാലും ആരതിയെ നോക്കിയിട്ട് ഇറങ്ങി കഴിയുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, നന്ദി പറയേണ്ടത് ശരിക്കും ആ ഇൻഫർമേഷൻ തന്ന ആൾക്കാണ് എന്ന് പറയുമ്പം ഇഷിത ചോദിക്കുന്നുണ്ട് അത് ആരാ പോലും എന്ന്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞത് ഇഷിതയുടെ ഒരു അഭ്യുദയകാംക്ഷയാണ്, ഇഷിതയ്ക്കൊന്നും സംഭവിക്കരുത്, അതിനു വേണ്ടി ഇത് ഡോക്ടർ ചെയ്യണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം ഇഷിതയെ അത്രത്തോളം കെയർ ചെയ്യുന്ന, ഇഷിതയ്ക്കൊന്നും സംഭവിക്കരുത് എന്ന് തോന്നുന്ന ഒരാളാണല്ലോ വിളിച്ച് പറഞ്ഞത് എന്നോർക്കുമ്പോൾ പിന്നീട് ആകാശിനെ കാണിക്കുന്നുണ്ട്. ആകാശിൻ്റെ ലക്ഷ്യം തന്നെ എങ്ങനെയെങ്കിലും മഹേഷിനെ തകർക്കുക എന്നുള്ളതായതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, ആരതി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇഷിതയുടെ പ്രൊഫഷൻ തന്നെ നിലനിൽക്കില്ല, പ്രൊഫഷൻ തന്നെ ഇല്ലാണ്ടാവും. അതുപോലെ ആ ഹോസ്പിറ്റലും ചിലപ്പോൾ അടച്ചുപൂട്ടിന്നിരിക്കും. അതുകൊണ്ട് ഞാൻ വേറെ ഹോസ്പിറ്റൽ തുടങ്ങുന്നുണ്ട്, അതിൻ്റെ തറക്കല്ല് ഇടൽ ഉടനെ ഉണ്ട്, അതിന് പേര് കൊടുത്തേക്കുന്നത് ചിപ്പിയുടെ പേരാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് പ്രകോപിപ്പിക്കുവാണ് നമ്മുടെ മഹേഷിനെ. പിന്നീട് രാമനെ കാണിക്കുന്നുണ്ട്. രാമൻ ഇപ്പുറത്ത് നമ്മുടെ ഇഷിതയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. കാരണം അന്ന് വിരുന്ന് നടക്കുമ്പോഴായിരുന്നല്ലോ അത്രയും ദേഷ്യപ്പെട്ട് മഹേഷ് അവിടുന്ന് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് ഒരു സോറി പറയാനൊക്കെ ആയിട്ടായിരിക്കും അങ്ങോട്ട് രാമൻ വരുന്നുണ്ട്. എന്നിട്ട് പറയും, ആകപ്പാടെ ഒരു ആശ്വാസവും മരുന്നും ഇഷിത മാത്രമാണ്, ഇഷിതയുടെ സ്നേഹമാണ് ചിപ്പിക്ക് ഒരു ആശ്രയം എന്നൊക്കെ പറഞ്ഞ് അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും തൻ്റെ മനസ്സ് തൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് ബോധ്യമാകുന്ന മഹേഷ് ആ സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പറയുന്ന പ്രധാന കാര്യമാണ് ഭാര്യയായ ഇഷിതയെപ്പറ്റി ചോദിക്കുമ്പം പറയുന്നുണ്ട്, അവൾ സ്നേഹിക്കാൻ അറിയാവുന്ന നല്ലൊരു ഭാര്യയാണ്, അവൾ എനിക്ക് നഷ്ടപ്പെടുവോ എന്നൂടെ എനിക്കൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഡോക്ടർ അതിനുള്ള പ്രതിവിധികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാവാം ഒരുപാട് സ്നേഹത്തോടെ ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നത് നമ്മൾ മഹേഷിനെ കാണിക്കുന്നുണ്ട്. അത് ചിപ്പിക്കാണോ ഇഷിതയ്ക്കാണോ എന്നറിയില്ല.